ഈ 10 കൊല്ലത്തിൽ എന്ത് ചെയ്തു നാടിനു വേണ്ടി, ഞങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി, അതൊന്ന് പറയാൻ തുടങ്ങും. അതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യാൻ ധൈര്യം ഉണ്ടാവണം, കരുത്തുണ്ടാവണമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത് ചെയ്യുന്നില്ല. ഞാൻ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്യുന്നു, അഭ്യർത്ഥന ചെയ്യുന്നു, നിങ്ങൾ വന്ന് ചർച്ച ചെയ്യൂ. 30 ദിവസം കൊണ്ട് ഇലക്ഷന്. ഇനി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പാർട്ടി 10 കൊല്ലം ഭരിച്ച നാടാണ് കേരളം. ഇറാന്റെ ജനങ്ങളല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു മാൻഡേറ്റ് കൊടുത്തത്, മലയാളികളാണ് കൊടുത്തത് മാൻഡേറ്റ്. ഇവിടുത്തെ മലയാളികളാണ് മാൻഡേറ്റ് കൊടുത്തത്, വിശ്വസിച്ചു, അവസരം കൊടുത്തു. അപ്പോൾ ഇനി ഇപ്പൊ ഇലക്ഷന്റെ 10 ദിവസം, 20 ദിവസം, 30 ദിവസം മുമ്പ് നിങ്ങൾ ഈ 10 കൊല്ലത്തിൽ എന്ത് ചെയ്തു നാടിനു വേണ്ടി, ഞങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി, അതൊന്ന് പറയാൻ തുടങ്ങും. ഇത് വെറുതെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ഇറാന്, ഗാസ, സിറിയ, ലണ്ടൻ, ടോക്കിയോ, ചൈന, ബെയ്ജിംഗ് എന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഏറെ ബഹുമാനത്തോട് അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ 10 കൊല്ലം 22 ലക്ഷം കോടി ചെലവാക്കി ഈ സർക്കാർ, നിങ്ങൾ നയിച്ച ഒരു സർക്കാരാണ്. എന്തെല്ലാം ചെയ്തു അതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യാൻ ധൈര്യം ഉണ്ടാവണം, കരുത്തുണ്ടാവണമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത് ചെയ്യുന്നില്ല. ഞാൻ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്യുന്നു, അഭ്യർത്ഥന ചെയ്യുന്നു, നിങ്ങൾ വന്ന് ചർച്ച ചെയ്യൂ.